ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ ഇഷ്ടവിശേഷങ്ങളായ ഗൗരി ശങ്കരത്തിൻ്റെ ഒരു അടിപൊളി വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് വിശേഷത്തിലേക്ക് പോകാം. അപ്പോൾ തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് നമ്മുടെ രാധേനെയും അതുപോലെ തന്നെ ഗംഗേനെയാണ്. അപ്പോൾ ഗംഗ അതെ രാധമ്മ വിചാരിക്കുന്നത് പോലെ ഈ ഇഴുകിച്ചേർന്ന് അഭിനയിക്കുക എന്നൊക്കെ പറയുന്നത് അത്ര നിസ്സാരമൊന്നുമല്ല. തന്നെയല്ല, ഞങ്ങൾ അങ്ങനെ ഇഴുകിച്ചേർന്ന് അഭിനയിക്കുന്നത് കാണുമ്പോൾ ഗൗരിക്ക് ദേഷ്യം വരണമല്ലോ. അത് വേണം, തീർച്ചയായിട്ടും വേണം. നിങ്ങൾ ഒരുമിച്ച് ഇങ്ങനെ ഒട്ടിച്ചേർന്ന് നിൽക്കുന്നത് കാണുമ്പോൾ അവൾക്ക് കാലി കയറണം. ഈ ഒരു ഒറ്റ ഫോട്ടോഷൂട്ടിൻ്റെ പേരിൽ അവൾ എന്താണെങ്കിലും ശങ്കറിനോട് വഴക്കിട്ട് ഈ ചാരങ്ങാടി വീടിൻ്റെ പടി ഇറങ്ങണം. അത്ര എത്തിച്ചാൽ നമ്മൾ രക്ഷപ്പെട്ടു മോളെ. ഗൗരിക്ക് ദേഷ്യം വരണമെങ്കിൽ ഞാൻ അത്രയും ഇഴുകി ചേർന്നിട്ട് അഭിനയിക്കണ്ടേ? അതെങ്ങനെയാണ് രാധമായി എന്ന് ചോദിച്ചു. അപ്പോൾ രാധ ചുറ്റിനും നോക്കിയിട്ട് അതെങ്ങനെയാണെന്ന് അമ്മായി കാണിച്ചു തരാട്ടോ മോളെ. അതുപോലെ തന്നെ അങ്ങ് ചെയ്താൽ മതി കേട്ടോ. അതിന് രാധമ്മയ്ക്ക് മോഡലിംഗ് അറിയുമോ? അമ്മായിക്ക് മോഡലിംഗ് ഒന്നും അറിയില്ല, പക്ഷേ ഇപ്പോഴത്തെ അമ്മായിയുടെയും കൂടെ ആവശ്യമായി പോയില്ലേ, അതുകൊണ്ട് അമ്മായി കാണിച്ചു തരാം. അത് കണ്ടു പഠിച്ചോണം കേട്ടോ. അപ്പോൾ അതെ ഭിത്തി ചെന്നിട്ട് രാധ ദേ ഈ ചൂരാട്ടോ ശങ്കർ, ഈ രാധമ്മായി ഗംഗമോള് ദേ കണ്ടോട്ടോ, ദേ നോക്കി ഇതാ ഇങ്ങനെ പോസ് ചെയ്യണം എന്ന് പറഞ്ഞ് നമ്മുടെ രാധ ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് കാണിച്ചു കൊടുക്കുകയാണ് ഗംഗയ്ക്ക്. അപ്പോൾ നമ്മുടെ ശംഖു റെഡി ആയിട്ട്, ശംഖുവിന് അത്ര വലിയ തൃപ്തിയൊന്നുമില്ല, ശംഖു ആകെ ഇത് ഡെസ്പായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ഗൗരി അങ്ങോട്ടേക്ക് വന്നു. അതെ ഈ മീശ ഇങ്ങനെ താഴ്ത്തി വെക്കണമെന്നേ, അത് പിരിച്ചു വെക്കുക, നല്ലോണം പിരിച്ച് രണ്ട് സൈഡിലേക്ക് വെച്ചേ. എന്നിട്ട് ശംഖു മിണ്ടുന്നില്ല. ഇങ്ങോട്ട് തിരി, അങ്ങനെയല്ല എന്ന് പറഞ്ഞ് ശങ്കറിൻ്റെ മീശയൊക്കെ പിരിച്ചു കൊടുക്കുകയാണ് നമ്മുടെ ഗൗരി. ശങ്കർ എന്ത് പറ്റി? ഇത് റെഡിയാവണമെന്ന് തോന്നുന്നില്ല കേട്ടോ ഗൗരിയെ. അതൊരു കുഴപ്പമില്ല, നമുക്ക് പരിചയമില്ലാത്ത പരിപാടിയല്ലേ, നമ്മളൊക്കെ ചെയ്താൽ ആൾക്കാർ കളിയാക്കുന്നേ. വേണ്ടാട്ടോ, കട്ട തോൽവിയാവും. മറ്റുള്ളവർ എന്ത് പറയും എന്ത് കരുതും എന്നൊക്കെ ചെയ്ത് നമ്മൾ പിന്നോട്ട് പോകുമ്പോഴാണ് നമ്മൾ ശരിക്കും തോറ്റു പോണത്. ദേ നോക്ക്, ദേ നമ്മുടെ വീട്ടിൽ വെച്ച് നടക്കുന്ന ഫോട്ടോഷൂട്ടല്ലേ, ശങ്കർ ഇവിടെ കംഫർട്ടബിൾ ആയിരിക്കും. പിന്നെ നമുക്ക് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, അത്രയേ ഉള്ളൂ. ശങ്കർ ഒട്ടും ഓക്കെ ആവണില്ലെങ്കിൽ നമുക്കത് വിട്ടുകളയാം. അതെ ഗൗരിയെ, ഇതേ ഞാൻ ഉള്ള കാര്യം പറയട്ടെ, എനിക്ക് ഈ പരസ്യത്തിൻ്റെ പരിപാടിയൊക്കെ അഭിനയിക്കാൻ പറ്റുമെന്ന് നിനക്ക് ഉറപ്പുണ്ടാവും? ഉറപ്പുണ്ട്, ധൈര്യമായിട്ടിരുന്നോ. എൻ്റെ ശംഖു പൊളിയല്ലേ, സൂപ്പർ. എൻ്റെ ശംഖുവിന് ഇത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. നിനക്ക് എന്നോടുള്ള സ്നേഹം കൊണ്ട് പറയുന്നതല്ലല്ലോ. അതെ, പക്ഷേ ശരിക്കും ഉറപ്പാണല്ലോ അല്ലേ? ഞാനല്ലേ ഉറപ്പ് പറയുന്നത്, പിന്നെന്താ? പിന്നെ നമ്മൾ കാണുന്നത് ശേഖരനെയാണ്. ആളത് വീണ്ടും സെറ്റാകാൻ നോക്കുക കേട്ടോ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ശേഖരൻ്റേതാണെന്ന് വിചാരിച്ചിട്ട് ശേഖരൻ ഭയങ്കരമായിട്ട് റെഡി ആകുകയാണ് കേട്ടോ. എൻ്റെ ലൈഫിലെ ആദ്യത്തെ ഫോട്ടോഷൂട്ട് കേട്ടോ. മേക്കപ്പൊക്കെ അവിടെ ഉണ്ടാവും, പക്ഷേങ്കിൽ ഇത്തിരി കുറച്ച് നാച്ചുറൽ ബ്യൂട്ടി ആയിക്കോട്ടല്ലേ എന്ന് പറഞ്ഞതേ തല ചീകുന്നു, സ്ട്രെയിറ്റ് ആക്കുന്നു, മീശ ഒരല്പം കയറിപ്പോയോ എന്നൊരു ശരിക്കും തെറ്റിപ്പോയോ എന്നൊക്കെ പറഞ്ഞിങ്ങനെ സെറ്റാക്കുക കേട്ടോ. അതെ കറക്റ്റ് കേട്ടോ, മീശയുടെ അളവിൽ ഒരു നേരിയ വ്യത്യാസം വന്നിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് കത്രികയെടുത്ത് ഇങ്ങനെ വെട്ടിക്കൊണ്ടിരിക്കുക. കുഴപ്പമില്ല. അപ്പോൾ ഇത് ക്യാമറയിൽ ചിലപ്പോൾ അത് എടുത്തറിഞ്ഞാലോ എന്നൊക്കെ പറഞ്ഞ ആൾ മീശ പിരിക്കുന്നു, ഭയങ്കര സെറ്റാണ്. അപ്പം ഒരു തരത്തിലും പാളിപ്പോവാൻ പാടില്ല, എല്ലാം സെറ്റാക്കണം, എന്താണെങ്കിലും ഇപ്പം ശരിയാക്കണം എന്നൊക്കെ പറഞ്ഞിങ്ങനെ വെട്ടിക്കൊണ്ടിരുന്ന സമയത്ത് ശേഖരൻ്റെ ഫോൺ ബെല്ലടിക്കുകയാണ്. ഇതാരുടെ ഈ നേരത്തെ? ഇതോ യു എന്ന് പറഞ്ഞ് വേഗം ശേഖരൻ പോയി ഫോൺ എടുക്കുകയാണ്. അപ്പോൾ പോയിക്കൊണ്ടിരുന്ന സമയത്ത് കമല അവിടെ നിൽപ്പുണ്ട്. ഇതെല്ലാം കണ്ടിട്ട് നോക്കുമ്പോൾ അതേണ്ട ഹാങ്ങറിൽ നല്ല ഭയങ്കര കോട്ടും സൂട്ടും ഒക്കെ എടുത്ത് വെച്ചിരിക്കുകയാണ്. കോഴി ശേഖരൻ ഫോട്ടോഷൂട്ടിന് തയ്യാറെടുക്കുക അല്ലേ, ഇപ്പം ശരിയാക്കി തരുന്നുണ്ട് ഞാൻ എന്ന് പറഞ്ഞു. കമല നേരെ അങ്ങോട്ടേക്ക് വന്നു. എന്നിട്ട് കമലയുടെ കയ്യിലൊരു ഡബ്ബിയുണ്ട് കേട്ടോ, പൗഡർ പോലെ എന്തോ സാധനമാണ്. അപ്പോൾ അത് നേരെ പതുക്കെ ആ ഷർട്ടിനകത്തോട്ടേക്ക് അങ്ങോട്ടേക്ക് ഇട്ടു. നല്ല വെതറിൽ തന്നെ അങ്ങോട്ട് കൊടുത്തു. എന്നിട്ട് എടാ കോഴി ശേഖര, നിനക്കിട്ടുള്ള പണിയായത്. മസിൽ ശേഖര, നായ്ക്കറിനപ്പൊടിയിട്ട ഈ ഷർട്ടിട്ട് നീ ഇന്ന് ഫോട്ടോഷൂട്ട് നടത്തുന്നത് എനിക്കൊന്ന് കാണണം, നീ ഒന്ന് ചൊറിയാൻ പറ്റുമെന്നൊന്ന് നോക്ക് എന്ന് പറഞ്ഞ് കമൽ ആവശ്യത്തിന് പണിയൊക്കെ കൊടുത്തിട്ട് അങ്ങ് പോയി. പിന്നെ കാണുന്നത് നമ്മുടെ പിള്ളച്ചേട്ടനെയും മഹാദേവനെയും രാധാമണിയെയും ഒക്കെയാണ്. അപ്പോൾ നമ്മുടെ ഗംഗയുടെ റൂമിലാട്ടോ. അപ്പോൾ വേഗം അതേ ഫോട്ടോഗ്രാഫർ എത്തിയല്ലോ, ആർട്ടിസ്റ്റ് അവരെ വിളിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഡോ വിളിക്കാന്നേ,
ഇപ്പോൾ വിളിക്കാന്നേ. അപ്പോൾ ദേ ശങ്കറും ഗൗരിയും കൂടെ ഇറങ്ങി വരികയാണ്. ദേ വന്നൂലോ, കൊള്ളാം. ഡാ മോനെ കുട്ടിശങ്കര, നീയേ നല്ലതായിട്ട് കലക്കിയിട്ടുണ്ട് കേട്ടോ എന്ന് പറഞ്ഞു മഹാദേവൻ. ഫോട്ടോഗ്രാഫറെ, ഇതാ നമ്മുടെ ആർട്ടിസ്റ്റ്, നമ്മുടെ ഫീമെയിൽ ആർട്ടിസ്റ്റ് അവിടെ. അതെ, ഗംഗമോൾ ഇപ്പോൾ വരൂടോ, ഒന്ന് വെയിറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു. ഫീമെയിൽ ആർട്ടിസ്റ്റിനോടൊന്ന് വേഗം വരാൻ പറയട്ടോ. എടോ ഫോട്ടോഗ്രാഫറെ, താനൊന്ന് അടങ്ങി നിന്നേ, എപ്രാളം കാട്ടല്ലെന്നേ, ഇപ്പോൾ വരുമെന്നേ. അപ്പോൾ അതേ മുക്കാ പോലും അല്ല ഇങ്ങനെ എന്താ പറയുക, ഷോർട്ട്സ് ആയിട്ടുള്ളൊരു പാവാടയും ഒരു ബ്ലൗസും ഒക്കെ ഇട്ടുകൊണ്ടാണ് നമ്മുടെ ഗംഗ വരണത്. അയ്യോ, ഗംഗമോള് വന്നല്ലോ. ഇത് കണ്ടപ്പോൾ ശങ്കറിൻ്റെ വാ ഒളിഞ്ഞു പോയി. അയ്യേ, ഇതെന്ത് കോലോ ഇതിങ്ങനെ നോക്കുക കേട്ടോ. ശങ്കർ ഇങ്ങനെ നോക്കി എന്നിട്ട്, എടി ഗംഗേ, നിനക്ക് നാണാവില്ലേടി ഈ കോസ്റ്റ്യൂം ഇട്ട് ഇങ്ങനെ വന്ന് നിൽക്കാൻ? ശങ്കു, ഈ കോസ്റ്റ്യൂമിന് എന്താടാ കുഴപ്പം? ഗൗരി ഒന്ന് നോക്കിയേ, ഇതിനേക്കാൾ ഇവളുടെ ഈ കോസ്റ്റ്യൂം ബോറായിട്ട് തോന്നുന്നില്ലേ? ഫോട്ടോഷൂട്ട് എന്നൊക്കെ പറഞ്ഞാൽ പിന്നെ ഇങ്ങനെയല്ലേടാ എന്ന് ചോദിച്ചു. അല്ല ഗംഗമോളെ എന്ന് ചോദിച്ചുകൊണ്ട് ഉടനെ രാധ അവിടെ നിൽക്കുകയാണ് കേട്ടോ. എടി ഗൗരി, നിനക്ക് നല്ല വിഷമമുണ്ടെന്ന് നിൻ്റെ മുഖം കണ്ടാൽ തന്നെ അറിയാം. സാരമില്ല, എന്താണെങ്കിലും അതിനൊരു പണിയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഇവരിങ്ങനെ. ഈ സമയത്താണ് നമ്മുടെ ശേഖരൻ അങ്ങോട്ടേക്ക് പറഞ്ഞത്. അച്ഛാ, ഞാൻ റെഡി ആട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ ഞെട്ടിപ്പോയി. ശേഖരൻ്റെ കോട്ടും സൂട്ടും ഒക്കെ ഇട്ട് സെറ്റപ്പ് കണ്ടിട്ട്. അപ്പോൾ പരസ്പരം എല്ലാവരും മുഖത്തോട് മുഖം നോക്കുവാണ്. ഇതെന്താ സംഭവം എന്ന് ആർക്കും മനസ്സിലായില്ല കേട്ടോ. അപ്പോൾ ശേഖരൻ വേഗം, എന്താ ഗംഭീരം. ഇവിടെ ഫോട്ടോഗ്രാഫറെ തുടങ്ങാം. അല്ല, അതെ ശേഖരൻ കുഞ്ഞേ, ഇവിടെ ഇപ്പോൾ ഗംഗമോളുടെയും ശങ്കരൻ കുഞ്ഞിൻ്റെയും ഫോട്ടോഷൂട്ടാണ് നടക്കാൻ പോണത്. അല്ല ശേഖരൻ കുഞ്ഞ് എന്തിനാ ഇത് എന്ന് ചോദിച്ചു വക്കീൽ. അതൊന്നും എനിക്കറിയേണ്ട ആവശ്യമില്ല, എൻ്റെ ഫോട്ടോഷൂട്ട് ഇവിടെ നടത്തിയിട്ടേ പറ്റുള്ളൂ, എൻ്റെ ഗംഗയുടെ. അപ്പോൾ അയ്യോ, ഇതെന്തൊട്ട് വയ്യാവേലിയാ എൻ്റെ പൊന്നോ. എടി രാധേ, നീ കണ്ടകശനി നമ്മളെയും കൊണ്ടേ പോവൂ. ഈ സകല പദ്ധതികൾ ഇവരൊരുത്തനായിട്ട് നശിപ്പിക്കുമല്ലോ എൻ്റെ ഈശ്വര. അപ്പോൾ ഇങ്ങനെ നോക്കിയാണ്. മോനെ ശേഖര, അമ്മ പറയുന്നത് മോനൊന്ന് കേൾക്ക്, മാറി നിൽക്ക്. ഇപ്പം ശങ്കറിൻ്റെയും ഗംഗമ്മളുടെ ഫോട്ടോഷൂട്ട് നടക്കട്ടെ. മക്കളെ തമ്മിൽ ഇങ്ങനത്തെ വേർതിരിവ് എന്തിനാ കാണിക്കണത്? ഫോട്ടോഷൂട്ട് നടത്തണമെങ്കിൽ ശങ്കറിനെ മാത്രമല്ല എൻ്റെയും കൂടി നടത്തണം, നടത്തിയേ പറ്റൂ. ഫോട്ടോഗ്രാഫറെ, എൻ്റെ കൂടി വീടാ, അതുകൊണ്ട് എൻ്റെ ഫോട്ടോയും എടുത്തേ പറ്റൂ. ഇതെന്തായത്? ഇയാളെയും കൂടി ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കുമോ? എടാ ചെക്ക, എന്നെ പറഞ്ഞ് മനസ്സിലാക്കാനോ? എന്നെയോ? ഈ ചാരങ്ങാട്ട ശേഖരനെ സെലിബ്രിറ്റി അറിയോ? മനസ്സിലായോ നിനക്ക്? അയ്യോ എടോ വക്കീല്, താൻ എങ്ങനെയെങ്കിലും ഈ ഒട്ടുക്കത്തെ സെലിബ്രിറ്റീനെ ഒന്ന് വിളിച്ചോണ്ട് പോകാൻ പറ്റുമോ? എൻ്റെ പൊന്നോ, ഫോട്ടോഷൂട്ടൊന്നും നടത്തട്ടിടോ. അപ്പം വക്കീല്, എൻ്റെ പൊന്ന് ശേഖരൻ കുഞ്ഞെ, സീനാലം പാക്കാണ്ട് ഒന്ന് ഒതുങ്ങി മാറി നിന്ന് ഒന്ന് സഹകരിച്ചൂടെ? മാറാനോ ഈ ഞാനോ? വക്കീലേ, ഞാൻ ഇവിടുത്തെ മൂത്ത മകൻ, എല്ലാ സൗഭാഗ്യങ്ങളും ഒരുത്തിന് മാത്രം കൊടുത്താലേ അത് ഞാൻ സമ്മതിച്ചു തരില്ല കേട്ടോ. ഞാൻ മരണ പ്രശ്നമില്ല എന്ന് പറഞ്ഞു ശേഖരൻ. അച്ഛാ, അങ്ങനാണെങ്കിൽ നമ്മുടെ ചേട്ടനോട് ഫോട്ടോയിൽ നിന്നോട്ടെ. അത് ശരിയാവില്ല എന്ന് പറഞ്ഞു മഹാദേവൻ. അതെന്താ ശരിയാവാത്തതെന്നാ ചോദിച്ചത്. മോനെ, അതെന്താണെന്നറിയോ എന്ന് ചോദിച്ചപ്പോഴത്തേനും, അമ്മയ്ക്ക് ഇതിനെക്കുറിച്ച് ഒരു തേങ്ങ അറിയില്ല, മിണ്ടിപ്പോവരുത്, എൻ്റെയും കൂടെ ഫോട്ടോ എടുത്തേ പറ്റൂ. എന്തെല്ലാം പ്രതീക്ഷിച്ചതാ, ഇവൻ ഒരുത്തനായിട്ട് എല്ലാം നശിപ്പിക്കും. അതെ ശേഖരൻ കുഞ്ഞെ, നമ്മളെ ആ ജ്വല്ലറിക്കാർക്ക് ഗംഗമോളുടെയും ശങ്കരൻ കുഞ്ഞിൻ്റെയും ഫോട്ടോയെ കൊടുത്തത്. ശേഖരൻ കുഞ്ഞിൻ്റെ ഫോട്ടോ കൊടുത്തിട്ടില്ലല്ലോ വക്കീലെ. എന്നാൽ പിന്നെ ഇപ്പം തന്നെ എൻ്റെ അടിപൊളി ഫോട്ടോ ജ്വല്ലറിക്കാർക്ക് അയച്ചു കൊടുക്കാൻ പറ. അപ്പോൾ അവർ പറയും ആരെ വേണമെന്ന്. ചെല്ലു വക്കീലേ. എൻ്റെ പൊന്നു മാധവൻ സാറേ, ഇതൊരു നടക്കി പോണ പ്രശ്നമില്ല കേട്ടോ എന്ന് പറഞ്ഞു. വക്കീലേ, ഇപ്പം തന്നെ വിളിച്ചു പറഞ്ഞോ, നല്ല സെലിബ്രിറ്റി ആയ ഒരു മോഡേൺ ലുക്കിലുള്ള ഒരു ചുള്ളൻ ചെക്കനുണ്ടെന്ന് താനൊന്ന് വിളിച്ച് പറയടോ എന്ന് പറഞ്ഞ് ശേഖരൻ അവിടെ നിന്ന് പ്രശ്നം ഉണ്ടാക്കുകയാണ്. ഈ സമയത്താണ് നമ്മുടെ ശേഖരന് അവിടെ ഇവിടെയൊക്കെ ഒരു ചൊറിച്ചിൽ. ചൊറിയുന്നോ? ഇതെന്താ ഇങ്ങനെ ചൊറിയണത്? അല്ലെങ്കിലേ ഇപ്പം വിളിച്ച് പറയണ്ട കേട്ടോ, ഭയങ്കര ചൊറിച്ചിൽ കേട്ടോ. അപ്പം കമല അങ്ങോട്ടേക്ക് വന്നു. ആള് നിന്ന് ഭയങ്കര തിരുവാതിര കളിക്കുന്ന പോലെ നിൽക്കുകയാണ്. അപ്പം ഇതെല്ലാം കണ്ടിട്ട് എല്ലാവരും ഇങ്ങനെ നോക്കുകയാണ്. ഇതെന്താ സംഭവം?
നിങ്ങൾ എന്തൊട്ടാ ഏട്ടായി കാണിക്കണത്? ബ്രേക്ക് ഡാൻസോ? ബ്രേക്ക് ഡാൻസ് അല്ലടാ ശങ്കരേ, ഷർട്ടിനുള്ളിൽ ഉറുമ്പ് കയറിയെന്നാ തോന്നണത്. എന്തോ ഒരു ചൊറിച്ചിലാ എൻ്റെ അമ്മോ, ചൊറിച്ചിൽ സഹിക്കാൻ പറ്റണില്ല. അപ്പം കമല നേരെ ചെന്നിട്ട് നേരെ നമ്മുടെ ശേഖരൻ്റെ ചെവിയിൽ പറയണം, അതെ ഉറുമ്പൊന്നല്ല കേട്ടോ, നിങ്ങളുടെ ഷർട്ടിലെ നായ്ക്കൊറണ പൊടി വെടിച്ചെറിയിട്ടുണ്ട്, നല്ല ചൊറിച്ചിലാവും, കുറച്ച് കഴിയുമ്പോൾ കൂടും, എങ്കിൽ വിട്ടോ, ഇതിന് മരുന്നൊന്നുമില്ല കേട്ടോ, അതുകൊണ്ട് ഇരിക്കാനും ഉറങ്ങാനും ഓടാനും ഒക്കെ നല്ല സുഖമായിരിക്കും. ഇടി കമലേ, നിനക്ക് ഞാൻ തരാട്ടോ എന്ന് പറഞ്ഞ് ശേഖരം വേഗം വിട്ട് അകത്തേക്ക് കയറിപ്പോയി കേട്ടോ. അപ്പോൾ ഇത് കണ്ടിട്ട് വക്കീൽ, എൻ്റെ മഹാദേവൻ സാറേ, നമ്മൾ ഇത്രയും നേരം മാറി മാറി പറഞ്ഞിട്ടും ശേഖരൻ കുഞ്ഞ് അനുസരിച്ചില്ല. കമലക്കുഞ്ഞ് വന്ന എന്തോ എന്താ പറയുക സീക്രട്ടായിട്ട് ചെവി പറഞ്ഞപ്പം ശേഖരൻ കുഞ്ഞ് അനുസരിച്ചത് കണ്ടു പടി. ഇതാ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധം. അപ്പോൾ എൻ്റെ ഹരിപ്പാട് സുബ്രഹ്മണ്യ സ്വാമിയെ, അവൾ ആ ഭ്രാന്തി പറയുന്ന കമല പറയുന്നതും കേട്ട് തുടങ്ങിയോ എന്ന് ചോദിച്ച ഉടനെ രാധ, എൻ്റെ പൊന്നമ്മേ, ശേഖരേട്ടനെ അങ്ങനെ ആരെങ്കിലും ഒന്ന് അനുസരിക്കട്ടെ, അങ്ങനെയെങ്കിലും ഒന്ന് നേരെ ആവട്ടെന്നേ എന്ന് പറഞ്ഞു ശങ്കു. ശേഖരേട്ടനെ അനുസരിപ്പിച്ചതുപോലെ അമ്മയെ ഞാനൊന്ന് അനുസരിപ്പിക്കാം, എന്താ വേണോ അമ്മേ എന്ന് ചോദിച്ചു കമല. അപ്പം രാധ ഒന്നും മിണ്ടുന്നില്ല. മിണ്ടിയ ഇനി പണി ഉറപ്പാണെന്ന് രാധാമണിക്കറിയാം. അപ്പം എങ്ങനെയാ, നമുക്ക് തുടങ്ങിയാലോ എന്ന് ചോദിച്ചു. അതെ ഗൗരിയെ, ഇതെൻ്റെ എല്ലാം ഉഷാറാവുമല്ലോ അല്ലേ? എനിക്ക് പേടിയാവുക എൻ്റെ വടക്കുനാഥ. ശങ്കര ധൈര്യമായിട്ട് പോയിക്കോ, എന്തായാലും വടക്കുനാഥൻ്റെ അനുഗ്രഹം ഉണ്ടെന്നേ എൻ്റെ പ്രാർത്ഥന. പിന്നെന്താ, എന്നാൽ പിന്നെ നമുക്ക് ഫോട്ടോഗ്രാഫറെ, നമുക്കങ്ങ് ഫോട്ടോഗ്രാഫി അങ്ങ് തുടങ്ങിയേക്കാം എന്ന് പറഞ്ഞ് ഇവരെല്ലാവരുടെ അതേടെ പുറത്തേക്ക് പോയി. അപ്പോൾ വേഗം രാധ നമ്മുടെ ഗംഗയെ പിടിച്ചിട്ട്, മോളെ, രാധമ്മായി പറഞ്ഞതൊന്നും മറന്നിട്ടില്ലല്ലോ അല്ലേ? രാധമ്മായി പറഞ്ഞത് മറക്കല്ലേട്ടോ, നല്ല ഇഴുകി ചേർന്ന് അഭിനയിക്കണം. ശങ്കറിനെയും ഗംഗമോളുടെ സ്വന്തമാണെന്ന് ആ ഗൗരിക്ക് ഇന്ന് മോള് തെളിയിച്ച് കൊടുക്കണം കേട്ടോ. അത് ഞാൻ ഏറ്റു രാധമ്മായി എന്നപ്പാ എന്ന് പറഞ്ഞ് സെറ്റാക്കി ഇവരങ്ങ് പോയി. അപ്പം ഇതൊന്നും ശങ്കറിന് ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ ശങ്കർ ഇങ്ങനെ മുഖമൊക്കെ വീർപ്പിച്ച് വെച്ചിരിക്കുക കേട്ടോ. അപ്പോൾ രണ്ടുപേരും ഇങ്ങനെ രണ്ട് സൈഡിൽ നിൽക്കുകയാണ്. അപ്പോൾ വേഗം തന്നെ മഹാദേവൻ പറയണം, അവരോട് രണ്ടുപേരോടും ചേർന്ന് നിൽക്കാൻ പറയടോ വക്കീലേ എന്ന് പറഞ്ഞു. അപ്പോൾ ഫോട്ടോഗ്രാഫറോട് പറ, പറയാന്നേ, അത് നിങ്ങൾ രണ്ടുപേരും കുറച്ചുകൂടെ അടുത്ത് നിൽക്ക് എന്ന് പറഞ്ഞു. അപ്പോൾ വേഗം തന്നെ ഫോട്ടോഗ്രാഫർ പറഞ്ഞു, നിങ്ങൾ ഫേസ് ടു ഫേസ് ഒന്ന് നോക്കി കുറച്ചൊന്ന് അടുത്ത് നിൽക്ക്. അപ്പോൾ ശങ്കറാണെങ്കിൽ ആകെ ഒട്ടും കംഫർട്ടല്ല. ശങ്കറിൻ്റെ ദേഷ്യം വരുന്നത് കേട്ടോ. അയ്യോ, ഇവളെന്നാ ഇങ്ങനെ, ഇവളുടെ നോട്ടം കണ്ട ഒരു പന്തികേടാണല്ലോ, ഇതൊരു വല്ലാത്ത നോട്ടം തന്നെയാണല്ലോ ഗംഗ നോക്കണത്. അപ്പം ചേർന്ന് നിൽക്കുക ചേട്ടാ എന്ന് പറയുമ്പോൾ കൈ പിടിക്കുമ്പോൾ ശങ്കറിന് ഇഷ്ടപ്പെടുന്നില്ല. ആകെ വെറുപ്പായിട്ട് ഇങ്ങനെ മാറി മാറി നിൽക്കുകയാണ് ശങ്കു. എത്ര പറയട്ടെ, കുറച്ചുകൂടെ ഒരു ഇൻറ്റിമേറ്റ് ഫ്രീ വരട്ടെ. എടാ, നീയൊന്ന് ഗംഗമ്മോളെ നന്നായി നോക്കടാ, എന്താ നീ എങ്ങനെ, നമ്മുടെ മോളല്ലേടാ, അച്ഛനൊന്ന് പോയി എവിടുന്ന് എന്ന് പറഞ്ഞു. എനിക്ക് അങ്ങനെയൊന്നും നോക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. എൻ്റെ പൊന്നു ചേട്ടാ, ഞാൻ എങ്ങനെ ഫോട്ടോ എടുക്കും എന്ന് ചോദിച്ചു ഫോട്ടോഗ്രാഫർ. അതെ, കുറച്ചുകൂടി ഒന്ന് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കണ്ടേ ചേട്ടാ. അപ്പോൾ കുറേ നേരം ഗൗരിയെ നോക്കി ഗൗരി ഇങ്ങനെ നിൽക്കുകയാണ്. എൻ്റെ ശങ്കോ, നീ എന്നെ നോക്കണ്ട, ഞാൻ നല്ല സ്നേഹത്തിൽ നിന്നെ നോക്കാം, നീ ആ ആറ്റിറ്റ്യൂഡ് ഇട്ടൊന്ന് നിൽക്കടാ എന്ന് പറഞ്ഞു. അപ്പോൾ ഗൗരി നോക്കുകയാണ് കേട്ടോ. ഇങ്ങനെ മസിൽ പിടിക്കാൻ നീ ആരടാ, ശേഖരേട്ടനോ? നീ ഇങ്ങനെ മസിൽ പിടിക്കല്ലോ എൻ്റെ ശങ്കു, നീ ഒന്ന് അയച്ചുവിട എന്നൊക്കെ ഗംഗ പറയുന്നുണ്ട്. എവിടെ, ശങ്കുവിന് ഒട്ടുമില്ല കേട്ടോ. അങ്ങനെ തന്നെ നിന്നോട്ടോ, കൊള്ളാട്ടോ ഗംഗമ്മളെ, സൂപ്പറായിട്ടുണ്ട് കേട്ടോ എന്നൊക്കെ പറഞ്ഞാണ്. എന്നിട്ടിടയ്ക്ക് ഗൗരിയെ നോക്കുന്നുണ്ട്. അതെ, ഒന്നുകൂടെ ചേർന്ന് നിൽക്ക്, അതൊക്കെ ഒന്നും ശരിയാവില്ല, നീ ഇങ്ങനെ പഴഞ്ചനാവല്ലേ, ഒരു പ്രൊഫഷണൽ പരിപാടിയല്ലേ, അതതിൻ്റെ സെൻസിലെടുത്താൽ പോരെ. അതെ, 2 ഫോട്ടോ നിന്ന് നിങ്ങൾ ഒരുമിച്ച് നിന്നെടുത്താൽ നിനക്ക് എന്താടാ പറ്റുക? ചിലപ്പോൾ ഇവൻ ഈ ഗൗരിയെ പേടിച്ചിട്ടായിരിക്കും എന്നുടനെ രാധ. ദ്യാമേ, ആവശ്യമില്ലാത്ത ഒന്നും പറയാൻ നിൽക്കരുത് കേട്ടോ, ഗൗരി ഒരുത്തി പറഞ്ഞോണ്ടാട്ടോ ഞാനിപ്പോൾ ഇങ്ങനെ ചെയ്യണ തന്നെ. അപ്പോൾ ഫോട്ടോഗ്രാഫർ, എന്നെ മെനക്കെടുത്തല്ലേ, ഫോട്ടോഗ്രാഫ് കഴിഞ്ഞിട്ട് കുറേ പരിപാടിയുള്ളതാ, പ്ലീസ് എങ്ങനെയെങ്കിലും ഒന്ന് ചേർന്ന് നിൽക്കണ്ട ചേട്ടാ. എൻ്റെ ശങ്കോ, നീ ഒന്നും ചെയ്യണ്ട, വെറുതെ ഒന്ന് നിന്നാൽ മതി, ഞാൻ ചെയ്തോളാം ബാക്കി എന്നൊക്കെ പറഞ്ഞു. പക്ഷേ എങ്കിലും ശങ്കർ ഇങ്ങനെ മാറി മാറി നിൽക്കുകയാണ്. അപ്പോൾ വേഗം തന്നെ വക്കീലിനെ മഹാദേവൻ അങ്ങോട്ടേക്ക് വിളിച്ചിട്ട്, എടോ, താൻ ജീവിതത്തിൽ ഏതെങ്കിലും ഡിവോഴ്സ് കേസ് വാദിച്ചിട്ടുണ്ടോ എന്നിങ്ങനെ ചോദിച്ചു. അപ്പോൾ വക്കീലില്ല എന്ന് പറഞ്ഞു. എന്നാലേ
ഒട്ടനെ തന്നെ ഒരു കേസ് വാദിക്കാൻ തനിക്ക് കിട്ടൂട്ടോ. ദേ ജയിക്കണം കേട്ടോ. അതെന്താണെന്നറിയോ? നോക്കിക്കേ, കാര്യങ്ങളുടെ പോക്ക് ഇങ്ങനെയൊക്കെ ആണെങ്കിൽ നമ്മൾ എന്താണേലും വേണ്ടി വരും. എന്നാലും ശംഖു ഒട്ടും കംഫർട്ടല്ല. ശംഖു ഇങ്ങനെ മാറി മാറി തന്നെ നിൽക്കുകയാണ്. എൻ്റെ പൊന്നു ചേട്ടാ മെനക്കെടുത്തല്ലേ എന്ന് പറഞ്ഞ ഫോട്ടോഗ്രാഫർ. അപ്പോൾ ഗൗരി അങ്ങോട്ടേക്ക് ചെന്നു. ശങ്കർ എന്ന് വിളിച്ചോണ്ട് അങ്ങോട്ടേക്ക് ചെന്നു. അപ്പോൾ ഇവർക്കൊന്നും മനസ്സിലായില്ല കേട്ടോ. എന്നെ ഒന്ന് ചേർത്ത് പിടിച്ച് ശംഖു എന്ന് പറഞ്ഞു. പിന്നെ പറയേണ്ട കാര്യമുണ്ടോ ആ കട്ട റൊമാൻസ്? അപ്പോൾ ഇവരുടെ കീടി പോയിട്ടോ. രാധേ, എന്താ ഇവിടെ നടക്കുന്നത്? ആർക്കറിയാം, ശങ്കറിനോട് അവൾ വഴക്കിടും, നിങ്ങളിപ്പോൾ കണ്ടോ എന്ന് പറഞ്ഞു. ഒന്നും നോക്കിയില്ല. ശംഖുവും ഗൗരിയും കൂടി എഴുതിക്ക് അടിപൊളി അത് തന്നെയെന്ന് പറഞ്ഞ ഫോട്ടോഗ്രാഫർ ഒന്നും നോക്കിയില്ല, ആ ഫോട്ടോ അങ്ങ് എടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ രാധാമണിയും മഹാദേവനും കിളി പോയ പോലെ ചിരിച്ച് ഒന്ന് ചാഞ്ഞ് നിൽക്കുമോ എന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷത്തിൽ ഇതേണ്ട ശംഖുവിൻ്റെ ചങ്കിലേക്ക് ചേർന്ന് ഗൗരി. ഇത് കണ്ടിട്ട് അതെ ഇതാട്ടോ സൂപ്പർ ഫോട്ടോ, ഇവരാട്ടോ നല്ല ബെസ്റ്റ് കപ്പിൾ എന്ന് ഫോട്ടോഗ്രാഫർ ഇങ്ങനെ പറയാണ്. എന്നിട്ട് ഇവരുടെ ഫോട്ടോ നിങ്ങൾ സൂപ്പർ ജോഡിയാട്ടോ, പൊളി അടിപൊളി എന്ന് പറഞ്ഞ് ചേർത്ത് പിടിച്ച് ഇവരുടെ അങ്ങ് ഫോട്ടോ എടുക്കണം. അപ്പം പിന്നെ പറയേണ്ട കാര്യമുണ്ടോ, കിളി പോയി നിൽക്കുകയാണ് നമ്മുടെ മഹാദേവനും രാധാമണി തങ്കച്ചിയും. എന്താണെങ്കിലും ചക്കിന് വെച്ചത് കുക്കിന് കൊണ്ടുവന്ന് പറഞ്ഞ പോലത്തെ അവസ്ഥയിലെത്തി രണ്ടും. അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. ഇനി നാളത്തെ വിശേഷം ഇതിലും ഗംഭീരമാണ്. അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, തൊട്ടടുത്ത് ആ ബെൽ ബട്ടൺ കൂടെ ഒന്ന് ഞെക്കുകയാണെങ്കിൽ ഞാനിടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. പുതുപുത്തൻ വിശേഷമായിട്ട് എത്താം. ബൈ ആൻഡ് സീ യു അഗെയിൻ.